2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച അവതരിപ്പിക്കും. ജനക്ഷേമപരമായ പ്രഖ്യാപനങ്ങളും സമ്പദ്വ്യവസ്ഥയുടെ ഉന്നമനത്തിനുള്ള നടപടികളും കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആസ്ട്രക് ഇന്നവേഷൻ സിഇഒ റോബിൻ കണ്ണാട്ട് തോമസ് ദൂരദർശനോട് പറഞ്ഞു. ഞങ്ങൾ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന ആൾക്കാരെ അവർക്ക് ഒരു റോബോട്ടിക്സ് സ്യൂട്ടിന്റെ സഹായത്തോടെ അവർക്ക് എഴുന്നേൽക്കാനും നടക്കാനും അതേപോലെ തന്നെ സ്റ്റെപ്സ് ക്ലൈംബ് ചെയ്യാനും അവർക്കൊരു നല്ലൊരു അസിസ്റ്റീവ് ലിവിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ഡീപ് ടെക് ഫൗണ്ടർ എന്ന രീതിയിൽ ഈ ബഡ്ജറ്റിനെ ഞാൻ വളരെയധികം പ്രോമിസിംഗ് ആയിട്ടാണ് കാണുന്നത്. ഒരുപാട് സപ്പോർട്ടുകൾ പ്രീവിയസ് ആയിട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ കാണുന്നത് കുറച്ചും കൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻ എമേർജിംഗ് ടെക്നോളജീസ്, അതായത് ബ്ലോക്ക് ചെയിൻ, റോബോട്ടിക്സ്, AI അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, അതേപോലെ തന്നെ സ്കിൽസ്, അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റെം രീതിയിലുള്ള സ്കിൽസ്, മാത്സ്, അതേപോലെ തന്നെ സയൻസ്, അതേപോലെ എമേർജിംഗ് ടെക്നോളജി പഠിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്ന രീതിയിലുള്ള പോളിസീസും, പിന്നെ സ്കെയിലപ്പ് സ്റ്റാർട്ടപ്പുകൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് റിസ്ക് ക്യാപിറ്റൽ എത്തിക്കാനുള്ള മാർഗങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ബഡ്ജറ്റ് ഒരുപാട് പ്രോമിസിംഗ് ആയിരുന്നു ഫോർ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്.